എന്നാൽ സുഹൃത്തുക്കളെ, ഞാൻ ആദ്യം തന്നെ ഒരു വീഡിയോ കാണിക്കാം. ഇത് ആ ഒരു കുടുംബത്തെ വിഷമിപ്പിക്കാനോ ഒന്നും ഉദ്ദേശിക്കുന്ന ഒരു സംഗതിയല്ല, ആദ്യം പറയട്ടെ. പക്ഷെ അതേസമയം തന്നെ ചില വൃത്തികെട്ട ചില പഹയന്മാരുണ്ട്, ഈ ഒരു സംഭവത്തെ മുതലെടുക്കുന്ന ചില ആളുകളുണ്ട്, അല്ലെങ്കിൽ കുറെ അന്ധവിശ്വാസികളുണ്ട്. ഈ അന്ധവിശ്വാസികൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വൈകിയ വേളയിലും ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, അർജുൻ നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്നെ തിരിച്ചു കിട്ടിയത്, ഇതെല്ലാം നമുക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്ന, എനിക്ക് പോലും പരിചയമില്ലായിട്ട് പോലും അദ്ദേഹം കാണാതായി എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതിനോർത്ത് നമ്മളെല്ലാവരും വിഷമിച്ചതാണ്. 100% ആ ഒരു വിഷമം നമ്മുടെ മനസ്സിൽ എല്ലാവർക്കും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ ഒരു നിമിഷത്തെ പോലും തങ്ങളുടെ ഗുണത്തിന് വേണ്ടി ഇനി എങ്ങാനും വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു മൈലേജ് ആക്കാലോ എന്നുള്ള ഒരു ഒറ്റ തോന്നലിന്റെ പുറത്ത് ചില കവടി നിരത്തലുകളും ചില മന്ത്രവാദികളൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ചെങ്ങാതെ ഒരു വീഡിയോ ആണ്, ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ നിങ്ങളുടെ സ്വന്തം VS മുരാരി തന്ത്രി. ഷിരൂരിൽ കാണാതായ അർജുൻ എന്ന സഹോദരനെ എപ്പോൾ കണ്ടുകിട്ടും എന്ന് ചോദിച്ച് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇന്ന് രാവിലെ മുതൽ വിളിക്കാറുണ്ടായി. മുൻപും വിളിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേർ. എൻ്റെ തിരക്ക് കാരണം വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പം അർജുനെ കാണാതായ സമയത്തെ ഗ്രഹനിലയും ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന സമയത്തെ ഗ്രഹനിലയും വെച്ച് നമ്മൾക്ക് ലഘുവായി ഒന്ന് ചിന്തിക്കാം. ഇന്നത്തെ ലഗ്നത്തിൻ്റെ 2 കേതുവും 4 ഗുളികനും, അതുപോലെ ദ്രേക്കാണത്തിൽ 2 ചന്ദ്രനും ചൊവ്വയും, 3 ആദിത്യനും രാഹുവും, അതുപോലെ സപ്താംശത്തിൽ ലഗ്നത്തോടു കൂടി തന്നെ ആദിത്യനും, 4 ശുക്രനും, 5 കേതുവും. അർജുനനെ കാണാതായ സ്ഥലത്തിൻ്റെ ഒരു കോൺരാശിയിലായി തന്നെ ഈ വാഹനവും ഈ പറയപ്പെടുന്ന അർജുനനും അവിടെ ഉണ്ട്. ഇന്ന് രാവിലെ 11:37 മേൽ നാളെ ഉച്ചയ്ക്ക് 12:17 അർജുനനെ ലഭിക്കും. കാര്യം, ഈ ഗ്രഹസ്ഥാനങ്ങളുടെ പൂർണ്ണമായ വിശകലനം നമ്മൾ ചെയ്യുമ്പോൾ ഇതിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ ദുരന്തം നമ്മൾക്ക് കാണാൻ കഴിയും. ശരിക്കും നമ്മൾ ഓരോ ഫലപ്രവചനങ്ങളും നടത്തുമ്പോൾ ഗ്രഹനില എടുക്കുന്നതിൽ ഉപരി ദ്രേക്കാണം, സപ്താംശം എന്നുള്ള ചില സംഗതികൾ എടുത്തതിന് ശേഷമാണ് ശരിക്കും പ്രശ്നചിന്തകൾ നടത്തേണ്ടത്. അപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ അർജുനെ ഈ പറയപ്പെടുന്ന സമയത്ത് നമുക്ക് ലഭിക്കും എന്ന് തന്നെ പൂർണ്ണമായി ഉറപ്പിച്ച് പറയാം. ആദ്യം പരിപൂർണമായിട്ടുള്ള ഒരു ഉറപ്പിച്ചിൽ പറയല പറഞ്ഞേ. അധികം കമ്പ്യൂട്ടറും മറ്റും നോക്കിയിട്ടാണ് ഇന്ന സ്ഥലത്ത് കേതു, ഇന്ന സ്ഥലത്ത് ഗുളികൻ, ഇന്ന സ്ഥലത്ത് വേറെ എന്തോ പഹയൻ, ഇങ്ങനൊക്കെ പറഞ്ഞ് അവസാനം അദ്ദേഹം കാണാതായ സ്ഥലത്തുള്ള എന്തൊക്കെയോ ഭണ്ഡാരങ്ങള് ഇതെല്ലാം പറഞ്ഞിട്ട് കാണാതായതിന്റെ നമ്മൾ അന്വേഷണമൊക്കെ നടത്തി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അദ്ദേഹത്തെ ലഭിക്കും, ജീവനോടെ ലഭിക്കും എന്ന് പറഞ്ഞ ഒരു ചെങ്ങാതിയുടെ വീഡിയോ ആണ്. ഈ ചെങ്ങാതി ഇപ്പൊ എവിടെയാണ്? അദ്ദേഹം എയറിലാണോ മറ്റോ എന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഒരു ദുരന്ത സമയത്തെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ അവരുടെ ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളതാണ്. ഒരാളെ വിഷമഘട്ടത്തെ, ഒരാളുടെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഇന്നതൊക്കെ ചെയ്താൽ മതിയെന്നും രാഹു, കേതു, ഗുളികൻ ഇങ്ങനെ കുറെ സംഗതികളൊക്കെ ഉണ്ടെന്നും ഈ സംഗതികളെല്ലാം കൂടിച്ചേർന്ന് നിങ്ങൾ വലിയ വിഷമത്തിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ മയക്കുകയും ഇത് വിശ്വസിക്കാൻ ആയിരക്കണക്കിന് ആളുകളുണ്ടെന്നാണ് ഇദ്ദേഹം പറഞ്ഞ. അദ്ദേഹം വളരെ തിരക്കിലായിരുന്നു. ആ ശരീരത്തിലെ മാരകളും ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ആളുകളെ പറ്റിച്ച് എത്രത്തോളം പൈസ ഈ ചെങ്ങാതി ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് മാത്രം ആലോചിച്ച് നോക്കിയാൽ മതി. ഇങ്ങനെ ആളുകൾ ഇരുന്ന് ഈ കടപ്പുറത്തുനിന്ന് ഈ കടപ്പുറത്തുനിന്നൊക്കെ നമുക്ക് കഴുകി കിട്ടുന്ന ഈ കവടിയും നിരത്തിയിട്ട് അത് ഗുളികനാണ്, അല്ലെങ്കിൽ കാലനിലാണ്, അല്ലെങ്കിൽ വേറെ ഏത് ശുക്രത്തിലാണ്, കേതുവിലാന്നൊക്കെ പറഞ്ഞ് എന്ത് പണ്ടാറങ്ങളെ സംഗതി എനിക്ക് വെളിപ്പെടുത്തൊന്നുമില്ല. ഇതിലാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ഒരു അർജുനെ കിട്ടുമെന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞത്. പിറ്റേ ദിവസം ജീവനോടെ ലഭിക്കും, അദ്ദേഹത്തെ ലഭിക്കും, അത് തീർച്ചയാണെന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് ഇരിക്കുന്നത്. നോക്കിക്കോളൂ, അദ്ദേഹത്തെ നമുക്ക് അങ്ങനെ ലഭിച്ചിട്ടില്ല. വളരെ സങ്കടമുള്ള കാര്യമാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ അത് 100% ആശ്വാസം. ഇയാളൊക്കെ നിലനിൽക്കുന്ന എങ്ങനെയെന്നറിയോ? എങ്ങാനും അദ്ദേഹത്തെ പിന്നീട് പിറ്റേ ദിവസം ഇദ്ദേഹമൊക്കെ വിചാരിച്ച പോലെ, അത് മലയാളികൾ എല്ലാവരും വിചാരിച്ചതാ, അദ്ദേഹം മണ്ണിനടിയിൽ ആ ലോറിക്കുള്ളിൽ കുടുങ്ങി കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമുക്ക് ലഭിക്കും. കാരണം 1-2 ദിവസം അതിനുള്ളിൽ സർവൈവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്.
അത്രയ്ക്ക് നല്ലൊരു ക്യാബിനാണ്. പെട്ടെന്നൊരു മണ്ണ് വീണുകൊണ്ടൊന്നും ആ ക്യാബിൻ തകർന്നു പോയില്ല. നമുക്ക് ഇപ്പോഴും കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, പരിപൂർണമായിട്ട് തകരുന്ന അവസ്ഥയിലേക്ക് ആ ക്യാബിൻ മാറിയിട്ടില്ല. വെറും മണ്ണ് മാത്രമാണെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് ജീവനോടെ കിട്ടുമായിരുന്നു. ഇങ്ങനത്തെ പ്രതീക്ഷകളൊക്കെ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഉണ്ടെന്നേ. അപ്പൊ ഇതേ ഒരു സാധാരണ മനുഷ്യനുണ്ടാവുന്ന ഒരു തോന്നൽ, ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് വെറുതെ കവടി നിരത്തിക്കൊണ്ട് കുറെ സംഗതികളൊക്കെ മേത്തൊക്കെ ഇങ്ങനെ വാരി തേച്ച് ഈ പാവം വിശ്വാസികളെ, ഇതിനൊക്കെ വിശ്വസിച്ച് പോകുന്ന ആളുകളൊക്കെ പറ്റിച്ച് ജീവിക്കുന്ന രീതിയിലേക്ക് ഇത്തരം ആളുകളൊക്കെ മാറുന്നത്. എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ ഇമോഷനെ കടമെടുത്തുകൊണ്ട്, നമ്മുടെ ഇമോഷനെ ചൂഷണം ചെയ്തുകൊണ്ട്, നമ്മുടെ ഉള്ള ഒരു പരിതസ്ഥിതിയെ, നമ്മുടെ ഒരു കഷ്ടകാലത്തിലുള്ള ഒരു അവസ്ഥയെ, വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വയനാട്ടിൽ ഉരുൾപൊട്ടി കഴിഞ്ഞാൽ അത് ഞാൻ പ്രവചിച്ചതാണെന്നും, അല്ലെങ്കിൽ ഒരു സുനാമി ഉണ്ടായി കഴിഞ്ഞാൽ അത് ഞാൻ പ്രവചിച്ചതാണെന്നും, ഇത്ര ആളുകൾ മരിക്കുമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന, അതുകൊണ്ട് ആളുകൾക്ക് സ്വയം ഫെയിം കിട്ടാൻ വേണ്ടി നടക്കുന്ന, അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ആളുകൾ ഇദ്ദേഹത്തിന് മുമ്പിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന, ഇങ്ങനെ ചെല്ലും ചെയ്യും കേട്ടോ. ഞാൻ ഈ പറഞ്ഞ വ്യക്തിയുടെ മുമ്പിലേക്ക് ഇപ്പോഴും ആളുകൾ ചെല്ലുന്നുണ്ടായിരിക്കും. എന്തുകൊണ്ട് അത് നഷ്ടപ്പെട്ടു എന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തെ അങ്ങനെ കിട്ടാതിരുന്നത് എന്തുകൊണ്ട് എന്ന് ഇപ്പൊ ഇദ്ദേഹത്തിന് പുതിയ കാര്യങ്ങൾ പറയണ്ടായിരിക്കും. 100% അദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കുന്ന ആളുകൾക്ക് കേതു, കൂലു, താങ്ങ, വാങ്ങ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പുതിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ഇന്ന കാരണം കൊണ്ടാണ് കിട്ടാതായി പോയതെന്ന് പറഞ്ഞ ഒരു പ്രത്യേക റീസൺസ് ഒക്കെ പറയുന്ന രീതിയിലേക്ക് ഇദ്ദേഹം മാറിയിട്ടുണ്ടായിരിക്കും. ഒരു സംശയവുമില്ല. കാരണം ഇത്തരത്തിലുള്ള ആളുകൾ വീണ്ടും അത് മാറ്റി പറഞ്ഞാല് അതിനും വിശ്വസിക്കുന്ന ആളുകള് ഈ മലയാളികളുടെ ഈ ലോകത്തുള്ളിടത്തോളം കാലം ഇവന്മാരിങ്ങനെ കവടി നിരത്തി നാട്ടുകാരെ പറ്റിച്ച് സുഖമായി ജീവിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലുള്ള ആളുകളെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തി കഴിഞ്ഞാൽ തന്നെ മലയാളികളുടെ ജീവിതത്തിൽ വലിയ ആനന്ദം ഉണ്ടായിരിക്കും. കാരണം ഇത്തരം ആളുകൾക്ക് കൊണ്ടുപോയി നിങ്ങൾ കൊടുക്കുന്ന വലിയ തുകകൾ, ഞാൻ പറയുന്ന അതൊരു വലിയ തുക തന്നെയാണ്. ആ വലിയ തുകകൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട്, കുടുംബവുമായിട്ട്, നിങ്ങളുടെ ആ ഒരു ചെറിയ കുടുംബവുമായിട്ട് അല്ലെങ്കിൽ വലിയ കുടുംബമായിട്ടോ ഒരു യാത്ര പോവുക, സുന്ദരമായിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഒന്നിരിക്കുക, അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും പോയിരുന്ന നല്ലൊരു സ്ഥലത്ത് ഒരു നല്ല കട്ടൻ ചായെങ്കിലും കുടിക്കുക. എന്തിന് തിരിച്ചു വരുമ്പോൾ അപ്പൊ കിട്ടുന്ന ഒരു ആനന്ദം ഉണ്ടാകും, അപ്പൊ കിട്ടുന്ന ഒരു ആഹ്ലാദം ഉണ്ടാകും. അതിന്റെ അപ്പുറം വേറെ ഒന്നുമില്ല കേട്ടോ. ഞാൻ അതിനെ പറയുന്നത്, അതിന്റെ അപ്പുറം വേറെ ഒന്നുമില്ല. അതിനെങ്കിലും നിങ്ങൾ ആ പണം ചെലവഴിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇതിപ്പോ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇത്തരം വിദ്യാസുരന്മാർക്ക് നിങ്ങൾ പണം കൊടുക്കുന്നു, അവരതുകൊണ്ട് ആഘോഷിക്കുന്നതാണ്. നിങ്ങളെ വെച്ചിട്ട്, നിങ്ങളെ ഇമോഷൻ വെച്ചിട്ട്, നിങ്ങളൊരു ദുരന്ത അവസ്ഥയെ വെച്ചിട്ട് അവര് പണം ഉണ്ടാക്കുകയും അവര് ആഘാതത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു. അതാരും മനസ്സിലാക്കുന്നില്ല. നമ്മളീ കൊടുക്കുന്ന പണം കൊണ്ട് അവര് സുന്ദരമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പറ്റിക്കുന്നതെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ദയവ് ചെയ്ത് ഇത്തരം വിഡ്ഢിത്തരങ്ങളിൽ വീഴാതിരിക്കുക. ആ പണം അത്രയ്ക്ക് കൂടുതലാണെങ്കിൽ, ഞാൻ എപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് അത്രയ്ക്ക് പണം കൂടുതലാണെങ്കിൽ ഞാൻ എന്റെ ഗൂഗിൾ പേ നമ്പർ തരാം, എനിക്ക് അയച്ചോളൂ. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ നമ്പറിലേക്ക് വിളിക്കാം. ഞാൻ നിങ്ങൾക്ക് ഉപദേശം തരാം. സമാധാനപരമായിട്ട് നമുക്ക് സംസാരിക്കാം. അറ്റ്ലീസ്റ്റ് ഒരുമിച്ച് നമുക്ക് കുറച്ചേരം സംസാരിക്കാന്നേ. അങ്ങനെ സംസാരിച്ചാൽ തീരാവുന്ന, ഒരു നല്ല സുഹൃത്തിനോട് പറഞ്ഞാൽ തീരാവുന്ന എന്ത് പ്രശ്നമുള്ളത്? അങ്ങനെ വലിയ മാനസിക സങ്കടം ഉണ്ടെങ്കിൽ വിളിക്കുക, പറയുക, എനിക്ക് നല്ലപോലെ ഗൂഗിൾ പേയിൽ പൈസ അയച്ചു തരിക. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ തന്നെയുള്ളൂ ഇതിന്റെ ഒക്കെ പുറകുള്ള കാര്യങ്ങൾ. അതൊക്കെ ഒന്ന് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. ആരെയും വിഷമിക്കാൻ വേണ്ടിയിട്ടല്ല, ആ കുടുംബത്തെ പ്രത്യേകിച്ച് വിഷമിക്കാൻ വേണ്ടിയിട്ടില്ല. പക്ഷേ ആ കുടുംബത്തിന്റെ വേദന അടക്കം ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഇത്രക്കാരെ തിരിച്ചറിയണം എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ. ശരി സുഹൃത്തുക്കളെ, ബൈ.